ഒരു ആനിമേ സീരീസോ മൂവിയും കണ്ടു തുടങ്ങാൻ താല്പര്യമുള്ള ഏതൊരാൾക്കും കാണാൻ പറ്റിയിട്ടുള്ള നമ്പർ 1 റെക്കമെൻഡഡ് സൈക്കോളജിക്കൽ ത്രില്ലർ സീരീസ് തന്നെയാണ് ഡെത്ത് നോട്ട്. 2003 സുകുമി ഓബയും തക്കീഷി ഓബയും കൂടി ചേർന്നിട്ടാണ് ഡെത്ത് നോട്ട് മാംഗ സീരീസ് പുറത്തിറക്കുന്നത്. പിന്നീട് 2006 തെത്സുറോ അരാക്കിയുടെ ഡയറക്ഷനിൽ ഡെത്ത് നോട്ട് ആനിമേറ്റഡ് സീരീസ് പുറത്തിറങ്ങി. ഡെത്ത് നോട്ടിനെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ആദ്യം പ്രാധാന്യം നൽകുന്ന പേര് തന്നെയാണ് ലൈറ്റ് യാഗമി. 17 വയസ്സുകാരനും വിദ്യാർത്ഥിയുമായിരുന്ന ലൈറ്റിന് തൻ്റെ ആദർശങ്ങൾക്കനുസരിച്ച് സമാധാനമുള്ള ഒരു ലോകത്തെ മാറ്റിയെടുക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. അങ്ങനെയിരിക്കെയാണ് യാദൃശ്ചികമായി ലൈറ്റിന് ഡെത്ത് നോട്ട് എന്ന ബുക്ക് ലഭിക്കുന്നത്. രൂക്ക് എന്ന ഷിനിഗാമിയുടെ നഷ്ടപ്പെട്ട ഡെത്ത് നോട്ടായിരുന്നു അത്. ജപ്പാനിലെ പുരാണങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു പേരാണ് ഷിനിഗാമി. ഷിനിഗാമി എന്നത് ജാപ്പനീസ് ദൈവമായ മരണദൈവങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. ഈ ദൈവങ്ങളെ പലപ്പോഴും അത്യന്തം ശക്തിയുള്ളവരായും ജീവനെടുക്കുന്നതിനായി മനുഷ്യർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നവരായും ചിത്രീകരിച്ചിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ മരണദൂതന്മാർ. ഡെത്ത് നോട്ട് കിട്ടിയ ലൈറ്റ് അതിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുകയും തൻ്റെ ആദർശങ്ങൾക്കനുസരിച്ചുള്ള ലോകത്തെ മാറ്റിയെടുക്കാൻ ഡെത്ത് നോട്ട് കൊണ്ട് സാധിക്കുമെന്ന് അവൻ മനസ്സിലാക്കുന്നു. ഡെത്ത് നോട്ടിൻ്റെ ചില പ്രധാന നിയമങ്ങൾ ഇതാണ്. അതിലാരുടെ പേരെഴുതുന്നോ അയാൾ മരിക്കും. മരണകാരണം പറയാത്ത പക്ഷം 40 സെക്കൻഡിനകം ഹൃദയാഘാതം വന്ന ആൾ മരിക്കുന്നതായിരിക്കും. ആരാണോ മരിക്കേണ്ടത് അയാളുടെ മുഖം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പേരെഴുതാൻ. ഇങ്ങനെയുള്ള ചില പ്രധാന നിയമങ്ങൾ ഡെത്ത് നോട്ടിനുണ്ടായിരുന്നു. ഡെത്ത് നോട്ട് കാണുന്ന ഓരോരുത്തരെയും ഗൂസ്ബംസ് എന്നതിൻ്റെ പീക്കിലെത്തിക്കുകയും ഓരോ സെക്കൻഡും അടുത്ത് എന്തെന്ന് ചോദ്യചിഹ്നത്തിന് ഉത്തരമായിട്ടുള്ള ട്വിസ്റ്റുകൾ പ്രേക്ഷകരെ അതിശയിപ്പിച്ചുകൊണ്ട് തന്നെയാണ് സീരീസ് മുൻപോട്ട് പോകുന്നത്. ഡെത്ത് നോട്ട് ഉപയോഗിച്ച് കുറ്റവാളികളെ കൊല്ലാൻ തുടങ്ങിയ ലൈറ്റിന് കിറ എന്ന പേര് വരികയാണ്. ദുരൂഹത നിറഞ്ഞ മരണങ്ങൾക്ക് കാരണക്കാരനായ കിറയെ കണ്ടെത്താൻ മറ്റൊരു പ്രധാന കഥാപാത്രമായ എൽ എന്ന കുറ്റാന്വേഷകനെ കൂടി ഈ ഒരു സീരീസിൽ പരിചയപ്പെടുകയാണ്. പിന്നീട് അങ്ങോട്ട് ഇരുവരും തമ്മിലുള്ള ബുദ്ധിയുടെയും തന്ത്രങ്ങളുടെയും പോരാട്ടമാണ് ഡെത്ത് നോട്ടിൻ്റെ മുഖ്യ ആകർഷണം. 36 എപ്പിസോഡുകൾ മാത്രമുള്ള ഈ ഒരു സീരീസ് സിനിമ കാണുന്ന ലാഘവത്തോടെ എനിക്ക് കണ്ടു തീർക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ട്രസ്റ്റ് മൈ വേർഡ്സ്, ഇറ്റ്സ് വർത്ത് ഇറ്റ്. നിങ്ങൾ ഡെത്ത് നോട്ട് സീരീസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും സീരീസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സയോനര.